മഹാലക്ഷ്മി സീരിയലിലെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദുർഗ മേഘനാഥനോട് ചോദിക്കുന്നുണ്ട്, എന്താ മേഘ നീ ഇങ്ങനെ ഭയന്നിരിക്കുന്നത്? മേഘനാഥനാണെങ്കിൽ ഇത് നോക്കിയ അപ്പച്ചി എന്ന് പറഞ്ഞ് മൊബൈൽ ദുർഗയുടെ കൊടുക്കുന്നുണ്ട്. ദുർഗ നോക്കുമ്പോൾ കാണുന്നത് മഹാലക്ഷ്മിയാണെങ്കിൽ പൂത്തിരിയെല്ലാം കത്തിച്ച് അലറി അട്ടഹസിച്ചിരിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഇത് കാണുന്നതോടെ എല്ലാവർക്കും ഭയം തോന്നുകയാണ്. ഇതെന്താ മോനെ ഇങ്ങനെയൊക്കെ കാണുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, മോനെ ഇതെപ്പോൾ എടുത്ത വീഡിയോ ആണെന്നെല്ലാം ചോദിക്കുന്നു. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, അവൾ മരിച്ച സമയത്ത് ഉടുത്തിരുന്ന സാരി ഇത് തന്നെ, ആ സാരി ഉടുത്തുകൊണ്ട് തന്നെയാണ് പൂത്തിരി പിടിച്ച് അവൾ നിൽക്കുന്നതെന്നും പറയാം കേട്ടോ. ദുർഗ ചോദിക്കുന്നുണ്ട്, ഇതാരാടാ നിനക്കിത് അയച്ചു തന്നത്? അറിയില്ല അപ്പച്ചി എന്നും മേഘനാഥൻ പറയുന്നു. ഇതൊരു അൺനോൺ നമ്പറാണ്, ഇത് എന്ത് മറിമായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ആലോചിച്ചിട്ടാണ് എൻ്റെ തല പെരുക്കുകയാണെന്ന് മേഘനാഥൻ പറയുന്നു. ആ സമയം ഉണ്ണിയും കരുണയും കൂടെ അവിടേക്ക് വരുന്നുണ്ട്. എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ ദുർഗ അവർക്കും ആ മഹാലക്ഷ്മിയുടെ പൂത്തിരി കത്തിച്ച് നിൽക്കുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരെല്ലാവരും അതെല്ലാം കണ്ട് ഭയന്ന് നിൽക്കുകയാണ്. അപ്പോൾ കരുണയും പറയുന്നുണ്ട്, അച്ഛൻ ഇപ്പോൾ വിളിച്ചോളൂ, അച്ഛന് അയച്ചു കൊടുത്ത വീഡിയോയിൽ അവൾ ഊഞ്ഞാലാടുകയാണെന്നും പറയുന്നുണ്ട്. ഉണ്ണിയും പറയുന്നുണ്ട്, അത് ശരിയാ അമ്മേതേ വീഡിയോ എനിക്കും അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ വീഡിയോയും അവരെല്ലാവരും കാണുകയാണ് കേട്ടോ. ഇതെല്ലാം കാണുന്ന കരുണ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾ മരിച്ചിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മേഘനാഥൻ പറയുന്നത്, നീ എന്താണ് കരുണ ഈ പറയുന്നത്? മരിക്കാത്തവളാണോ അർദ്ധരാത്രി കഴിയുമ്പോൾ റോഡിൽ കൂടി ഇറങ്ങി നടക്കുന്നത്, നമ്മുടെ വീട്ടിലോട്ടെല്ലാം വരുന്നതെന്നെല്ലാം ചോദിക്കുന്നുണ്ട് മേഘനാഥൻ. അപ്പോൾ ഉണ്ണിയും പറയുന്നുണ്ട്, കരുണ ഇങ്ങോട്ട് നോക്കി, ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ അവൾ പ്രത്യക്ഷപ്പെട്ടത് ഒരു പ്രേതത്തെ പോലെ തന്നെയാണ്. അപ്പോൾ ദുർഗയും പറയുന്നുണ്ട്, അവളുടെ ആ ചിരി എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോകുന്നില്ല എന്നും പറയുന്നു. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, അവൾ എന്നെ 2 പ്രാവശ്യം പേടിപ്പിച്ചത് മാത്രമല്ല എൻ്റെ തലക്കടിച്ചതും കൂടിയല്ലേ അവൾ എന്ന് പറയുന്നുണ്ട്. കരുണ പറയുന്നുണ്ട്, എന്നാലും മൊബൈലിനകത്തൊക്കെ അവൾ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന്. അതേസമയം തന്നെ മേഘനാഥൻ്റെ ഫോണിൽ നിന്നും ആ വീഡിയോ എല്ലാം ഡിലീറ്റായി പോകുന്നു. അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ ഫോണിൽ ഇത് കാണുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്നെല്ലാം. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, എടാ ഇതെന്തായാലും വല്ലാത്തൊരു മറിമായം തന്നെയാണെന്ന്. ഉണ്ണിയാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മയെ പിന്നാമ്പലത്തെ വാതിലെല്ലാം നന്നായിട്ട് അടച്ചിട്ടില്ലേ എന്ന് ഭയത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, അത് പിന്നെ അടയ്ക്കാതിരിക്കുവാടാ എന്നും പറയുന്നു. ദുർഗ പറയുന്നുണ്ട്, അടച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, അടഞ്ഞു കിടന്ന വാതിലിൽ കൂടിയല്ലേ അവളന്നകത്ത് കടന്നതെന്നും. ആ സമയം അഞ്ച് ഓടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, മോളെ നീ ഒറ്റയ്ക്ക് ഇരുന്നെടുക്കായിരുന്നു മുറിയിൽ, അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇരിക്കല്ലേ എന്ന് പറയുന്നു. മഞ്ജു പറയുന്നുണ്ട്, എനിക്കൊരു യക്ഷിയെയും പ്രേതത്തെയൊന്നും എനിക്ക് പേടിയില്ല എന്ന് പറയുന്നു. എനിക്ക് ജീവിച്ചിരിക്കുന്നവരെയാണ് പേടിയെന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, അപ്പച്ചിയുടെ മോൾക്ക് ബാധ കൂടിയെന്നാണ് തോന്നുന്നതെന്ന്. ഏത് നേരവും ഇപ്പോൾ ഇവളിങ്ങനെയാണെന്നാണ് പറയുന്നത് മേഘനാഥൻ. മഞ്ജു ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ കരുണയാണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറയുകയാണ് മഞ്ജുവിനോട്. ഇതെല്ലാം കേൾക്കുന്ന മഞ്ജു പറയുന്നുണ്ട്, അതൊക്കെ എങ്ങനെ സംഭവിക്കാനാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ദുർഗ പറയുന്നത്, അത് തന്നെയാണ് ഞങ്ങളും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് പറയാണ്. പ്രേതങ്ങൾക്ക് അങ്ങനെ വീഡിയോ ഒക്കെ അയക്കാൻ പറ്റുമോ മഞ്ജു ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇപ്പോൾ സംശയിക്കേണ്ട, കാലം മാറി എന്നും പറയുന്നു. കരുണയും പറയുന്നുണ്ട്, ഇതൊക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമില്ല, ക്യാമറയിൽ പതിയാത്ത ഒരു സംഭവങ്ങളും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. മേഘനാഥൻ പറയുന്നുണ്ട്, ഇത് വല്ലാത്തൊരു ഗതി കിട്ടാത്ത ജന്മമായി പോയല്ലോ എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അവിട്ടത്തിൻ്റെ അന്ന് പൂജയും മന്ത്രവാദവും ഒക്കെ കഴിയുന്നത് വരെ ഇതൊക്കെ ഉണ്ടാവുമെന്നാണ് മന്ത്രവാദി അച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞതെന്ന് കരുണ പറയുന്നുണ്ട്. ആ സമയം മഞ്ജു പറയുന്നുണ്ട്, കൊന്നവരാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്ന് പറയുമ്പോൾ മേഘനാഥൻ ആകെ ഭയന്ന് അങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുകയാണ്. പിന്നീട് പ്രതാപനായ മുത്തശ്ശിയായാലും വളരെയേറെ മഹാലക്ഷ്മിയുടെ പ്രേതത്തെക്കുറിച്ച് ആലോചിച്ച് ഭയക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, കരുണമോൾ ഇതൊന്നും കണ്ട് ഭയക്കാതിരുന്നാൽ മതിയെന്നും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനാണ് അതിൻ്റെ കേടെന്നും മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെയേറെ എൻ്റെ മോളെ ശ്രദ്ധിക്കണമെന്ന് പറയാണ്. അതേസമയം തന്നെ വാമദേവനെയാണ് മഹാലക്ഷ്മി അടുത്തത് ഭയപ്പെടുത്താൻ പോകുന്നത്. അങ്ങനെ വാമദേവൻ്റെ വീട്ടിലേക്ക് ചെണ്ടമേളങ്ങളെല്ലാം വരുന്നു. അതിനിടയിൽ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് നല്ല രീതിയിൽ തന്നെ ഭയക്കുകയാണ് വാമദേവൻ. അങ്ങനെ വാമദേവനെ നല്ല രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിയെയും കൊണ്ട് മാർക്കോയും അനന്തവും കൂടെ മോഹിനീന് ഓണക്കോടിയെല്ലാം കൊടുക്കാനായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ മോളെ കണ്ട് വളരെയേറെ സന്തോഷിക്കുകയാണ് മോഹിനി. അങ്ങനെ അമ്മയും മോളും നല്ല രീതിയിൽ തന്നെ ഒരുങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം തട്ടലും മുട്ടലും കേൾക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ വീണ്ടും മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് മുത്തശ്ശി അബോധാവസ്ഥയിലൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.